നമസ്കാരം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പ്രിയങ്ക ഗാന്ധി. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശനം. ഉത്തർപ്രദേശ് പിടിക്കാൻ കോൺഗ്രസ് സർവ്വസന്നാഹങ്ങളുമായി തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായാണ് നിയമനം. ദേശീയ നേതൃത്വത്തിലും വലിയ അഴിച്ചുപണിയുണ്ടായി. കെ.സി. വേണുഗോപാൽ എം.പിയെ എ.ഐ.സി.സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും ജ്യോതിരാദിത്യ സിന്ധ്യയെ പശ്ചിമ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും നിയമിച്ചു. പ്രിയങ്ക ഗാന്ധി പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നത് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തകർന്നടിഞ്ഞതു മുതലുള്ള പ്രവർത്തകരുടെ ആവശ്യമായിരുന്നു. ഈ ആവശ്യമാണ് 2019 എത്തിയപ്പോൾ പ്രാവർത്തികമാകുന്നത്. പാർട്ടിയുടെ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന ചർച്ചകളിൽ പ്രിയങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിലും സംഘടനാ ചുമതലകളില്ലായിരുന്നു. കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ മണ്ഡലമായ ഗോരഖ്പൂർ എന്നിവ ഉൾപ്പെടുന്ന മേഖലയാണിത്. ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിനെയും ബി.ജെ.പിയെയും പരാജയപ്പെടുത്തി പാർട്ടിയെ തിരികെ കൊണ്ടുവരിക എന്ന ശ്രമകരമായ ദൗത്യമാണ് പ്രിയങ്കയ്ക്കുള്ളത്. പ്രിയങ്കയെ മുൻനിർത്തിയാകും ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നീക്കങ്ങൾ. സോണിയാഗാന്ധിക്ക് പകരം റായ്ബറേലിയിൽ പ്രിയങ്ക മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ശരിവയ്ക്കുന്നത് കൂടിയാണ് നിയമനം. ഫെബ്രുവരി ആദ്യവാരമാകും പ്രിയങ്ക ചുമതലയേൽക്കുക. മക്കൾ രാഷ്ട്രീയം, ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരായ കേസുകൾ എന്നീ വിമർശനങ്ങൾക്ക് ഇടെയാണ് പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശം. മുൻനിരയിൽ പ്രിയങ്ക ഉണ്ടാകുമെങ്കിലും ഉത്തർപ്രദേശിൽ രാഹുലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഗുലാം നബി ആസാദിനെ ചുമതലയിൽ നിന്ന് മാറ്റിയതും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പശ്ചിമ ഉത്തർപ്രദേശിന്റെ ചുമതല നൽകിയതും ഇതിന്റെ ഭാഗമാണ്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി കെ.സി. വേണുഗോപാൽ എം.പിയെയും നിയമിച്ചു. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ താഴെത്തട്ടിൽ മുതൽ സംഘടനയെ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്ന് കെ.സി. വേണുഗോപാൽ എം.പി പറഞ്ഞു. ബി.ജെ.പിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ശക്തിപ്പെടുത്തലിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ച കുറച്ച് അഗ്രസീവായി നടത്തി മുന്നോട്ട് പോകാനുള്ളതാണ്. പ്രിയങ്കയുടെ രാഷ്ട്രീയ പ്രവേശവും കോൺഗ്രസിലെ മറ്റ് അഴിച്ചുപണികളും തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എങ്ങനെ ഗുണം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ബീഹാറിൽ 12 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ നിന്ന് കോൺഗ്രസ് പിന്നോട്ടില്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കാൻ ആർ.ജെ.ഡി. 2014 നിന്നും വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലേക്ക് വന്നെന്നും അതിനാൽ സീറ്റിനായി കോൺഗ്രസും വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് ആർ.ജെ.ഡി. ആവശ്യം. കോൺഗ്രസ് ഇല്ലാത്ത മഹാസഖ്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന് ആർ.ജെ.ഡി. നേതൃത്വം മറ്റു പാർട്ടികൾക്ക് സൂചന നൽകി. അതേസമയം സീറ്റ് വിഭജനം പൂർത്തിയാക്കിയ എൻ.ഡി.എ ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണം എന്ന കാര്യത്തിൽ ആലോചന തുടങ്ങി. ബീഹാറിൽ 12 സീറ്റുകളിൽ കുറഞ്ഞ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. ഇത് ഉത്തർപ്രദേശിന് പിന്നാലെ ബീഹാറിലും കോൺഗ്രസിനെ മഹാസഖ്യത്തിന്റെ പുറത്തേക്ക് വഴികാട്ടുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 40 സീറ്റുകളുള്ള ബീഹാറിൽ മുൻപ് മത്സരിച്ചതുപോലെ 12 സീറ്റുകളും വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പാർട്ടികൾ മുന്നണിയിലെത്തി. അതിനാൽ എല്ലാ പാർട്ടികളും സീറ്റ് വിഭജനത്തിൽ മഹാമനസ്കരായി വിട്ടുവീഴ്ചകൾ നടത്തണമെന്ന് ആർ.ജെ.ഡി. ആഗ്രഹിക്കുന്നു. എങ്കിൽ മാത്രമേ എൽ.ജെ.പി, ആർ.എൽ.എസ്.പി, ഇടതു പാർട്ടികൾ, എച്ച്.എ.എം തുടങ്ങിയ പാർട്ടികളെ കൂടി സഖ്യത്തിന്റെ ഭാഗമാക്കി നിർത്തി സീറ്റുകൾ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി കോൺഗ്രസ് 7 or 8 സീറ്റുകളിൽ മത്സരിക്കണമെന്നാണ് ആർ.ജെ.ഡിയുടെ ആവശ്യം. ഈ ആവശ്യം സമ്മതിക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്ത പക്ഷം ബീഹാറിലും കോൺഗ്രസ് ഇല്ലാത്ത മുന്നണിയെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്നാണ് ആർ.ജെ.ഡി. വൃത്തങ്ങൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് ആർ.ജെ.ഡി. മുന്നണിയിലെ മറ്റു പാർട്ടികൾക്ക് സൂചന നൽകിയിട്ടുമുണ്ട്. എന്നാൽ മറുവശത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ 12 സീറ്റുകൾ എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം. ഏതായാലും സീറ്റ് വിഭജനം ഉടൻ വേണമെന്ന പൊതുനിലപാടാണ് മുന്നണിക്കുള്ളത്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ആലോചനയിലേക്ക് എൻ.ഡി.എ കടന്ന പശ്ചാത്തലത്തിലാണ് ഈ ആവശ്യം. മാർച്ച് 3 എൻ.ഡി.എ റാലിക്ക് മുൻപായി ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ എൻ.ഡി.എയിലെ പാർട്ടികൾ തീരുമാനത്തിലെത്തും. ഏതൊക്കെ സീറ്റുകളിൽ മത്സരിക്കണമെന്നതിൽ എൽ.ജെ.പിയിൽ ധാരണയായി. 17 സീറ്റുകളിൽ വീതം മത്സരിക്കുന്ന ജെ.ഡി.യുവും ബി.ജെ.പിയും ഇത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടത്തിയെന്ന് അവകാശപ്പെട്ട ഹാക്കർ സയ്യിദ് ഷൂജയ്ക്ക് രാഷ്ട്രീയ പിന്തുണ ലഭിച്ചോ എന്ന് ദില്ലി പോലീസ് അന്വേഷിക്കും. ഹാക്കർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സയ്യിദിന് ISI ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ആവശ്യപ്പെട്ടു. 2014 തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്ന് അവകാശപ്പെട്ട് ലണ്ടനിൽ വാർത്താ സമ്മേളനം നടത്തിയ ഹാക്കറെ പ്രതിയാക്കിയാണ് ദില്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പേര് സംബന്ധിച്ച് ആശയക്കുഴപ്പമുള്ളതിനാൽ അജ്ഞാതനെന്ന് കുറ്റപത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അമേരിക്കയിലിരുന്ന് സ്കൈപ്പ് വഴി ലണ്ടനിൽ വാർത്താ സമ്മേളനം നടത്തി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ തെറ്റിദ്ധാരണ പരത്തിയെന്നാണ് കേസ്. അമേരിക്കയിൽ സയ്യിദ് രാഷ്ട്രീയാഭയം തേടിയതിനാൽ കേസിന്റെ തുടർ നടപടികൾക്ക് വിവിധ മന്ത്രാലയങ്ങളുടെ സഹായം വേണമെന്ന് ദില്ലി പോലീസ് അറിയിക്കുന്നു. വാർത്താ സമ്മേളനം നടത്താൻ മറ്റാരുടെയെങ്കിലും പ്രേരണ ലഭിച്ചോ എന്നും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായോ എന്നും പരിശോധിക്കുമെന്നും ദില്ലി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. സയ്യിദ് ഷുജയ്ക്ക് IS ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗും ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ന്യൂസ് ബ്യൂറോ, ദില്ലി. ഒന്നാം സീറ്റിനെ ചൊല്ലിയുള്ള മാണി വിഭാഗത്തിന്റെ അവകാശവാദം നാടകീയമായ വഴിത്തിരിവിലേക്ക്. പി.ജെ. ജോസഫിന്റെ സീറ്റ് അവകാശവാദത്തിന് പിന്നിൽ ഉന്നത കോൺഗ്രസ് നേതാവെന്ന് സൂചന. 2 ആഴ്ചകൾക്ക് മുൻപ് KPCCയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ ജോസഫിനോട് ഇടുക്കിയിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെട്ടു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് സീറ്റിന്റെ കാര്യത്തിൽ പി.ജെ. ജോസഫ് ഉറച്ച നിലപാടെടുത്തത്. ഇടുക്കി സീറ്റിനെ ചൊല്ലി പി.ജെ. ജോസഫിന്റെ അവകാശവാദം കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയത്തെ കലുഷിതമാക്കുകയാണ്. അതേസമയം കേരള കോൺഗ്രസിന് രണ്ടാമതൊരു സീറ്റ് കൂടി വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ജോസ് കെ മാണി വ്യക്തമാക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. സ്ത്രീവിരുദ്ധ പരാമർശവുമായി കെ സുധാകരൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ ആണുങ്ങളെപ്പോലെ എന്തെങ്കിലും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ പ്രവർത്തനം സ്ത്രീകളെക്കാളും മോശമാണ്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം എന്ന് കെ സുധാകരൻ കാസർഗോഡ് പറഞ്ഞു. UDF കളക്ടറേറ്റ് ഉപരോധം കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ സുധാകരൻ. പാലക്കാട് ആലത്തൂരിൽ CPM ലോക്കൽ സെക്രട്ടറിക്ക് നേരെ RSS അക്രമം. കണ്ണമ്പ്ര ലോക്കൽ സെക്രട്ടറി MK സുരേന്ദ്രനാണ് വെട്ടേറ്റത്. ആലത്തൂർ കോടതി വളപ്പിനകത്ത് വെച്ചായിരുന്നു അക്രമം. സുരേന്ദ്രന്റെ സ്ഥിതി അതീവ ഗുരുതരമെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. നശീകരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് RSS മാറിയിരിക്കുകയാണ്. എല്ലാ യുദ്ധത്തിലും തോറ്റോടുന്ന പട എപ്പോഴും വഴിയിൽ കണ്ടതൊക്കെ തകർക്കും, എല്ലാം നശീകരിക്കും. അങ്ങനെ വാർത്താ ബുള്ളറ്റിൻ പൂർത്തിയാവും. നമസ്കാരം.